റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി RSSന്റെ മുഖപത്രം കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ NR മാധു. വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണ്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കല ആഭാസമാണ് എന്നാണ് NR മാധു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. ഷവർമയുമായി ബന്ധപ്പെട്ടും NR മധുവിന്റെ ഒരു വിവാദ പരാമർശം ഇന്നുണ്ടായി. ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. കൊല്ലത്ത് നിന്നും അരുൺ രാജ് വിവരങ്ങളുമായി ചേർന്നു. ഇത്തരം വിദ്വേഷകരമായ ഒരു പ്രസംഗം ഏത് സാഹചര്യത്തിലാണ് ഈ കേസരിയുടെ പത്രാധിപൻ നടത്തിയത്? NR മധുവിന്റെ പ്രസംഗം അതേപടി ആവർത്തിക്കുവാൻ നമുക്ക് കഴിയില്ല. കാരണം അത്ര വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠാകർമ്മവുമായി നടത്തിയ പരിപാടിക്കിടെ ഉണ്ടായത്. കൊല്ലം കിഴക്കേക്കല്ലട പുതിയടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം നടന്നത്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ് എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. തുടർന്ന് ഈ വേടൻ ആളെ കൂട്ടാൻ പാട്ട് നടത്തുന്നവർ നാളെ ഈ അമ്പലപ്പറമ്പുകളിൽ ക്യാബറ അടക്കം നടത്തുമെന്ന വളരെ വലിയ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളാണ് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. റാപ്പർ വേടനെതിരെ കടന്നക്രമമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആദ്യ മധ്യാന്തം തന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഷവർമ്മയ്ക്കെതിരെയാണ്. ഈ വൈകുന്നേരങ്ങളിലെ തെരുവോരങ്ങളിൽ ശ്മശാനത്തിന്റെ മണമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിലൊന്ന്. ഈ ഷവർമ്മ കഴിക്കുന്നവരൊക്കെ വർമ്മമാരാണെന്നും മരണപ്പെട്ടവരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണെന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ എന്തായാലും നടത്തുകയുണ്ടായി. എന്തായാലും സംഭവത്തിനെതിരെ ഇതുവരെ പരാതിയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പരാതി ഉണ്ടായാൽ നടപടിയിലേക്കടക്കം കടക്കും എന്നുള്ളതാണ് കിഴക്കേക്കല്ലട പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുണ്ട്രയിൽ നടന്ന ഒരു ക്ഷേത്ര പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വർഗീയ വിദ്വേഷ പരാമർശം ഉണ്ടായത്. താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.